അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മറവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഖബറിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയുള്ള വിഷയമാണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, കേൾക്കുക, എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. പോയി ഒരൽപ്പ നിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത ഖബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും. അതിങ്ങനെ വർദ്ധിച്ച് ശരീരം പഴുക്കാൻ തുടങ്ങും. ശരീരത്തിലുള്ള ബാക്ടീരിയകൾ ധൂക്കളായി മാറുന്നു. 3 ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അലർന്ന് വീഴും. കണ്ണില്ലാത്ത ശരീരമായി മാറും. അതുപോലെ തലയോടെയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപെടാൻ തുടങ്ങും. അല്ലാ, ആ സമയത്ത് ഖബറെങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധപൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല. അത്രമേൽ ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അസ്ഥിപഞ്ജരങ്ങളായി നമ്മൾ ഖബറിന്റെ ഉള്ളിൽ മാറുന്നതാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ്? ഇതിൽ നിന്ന് മോചനം നേടുന്നവരാരാണ്? വില കുറഞ്ഞ കഫൻ കുടയുമായി ഖബറിൽ പോയി കിടക്കേണ്ട നമ്മളോടാണ് ഹബീബായ റസൂൽ എന്ന് പറഞ്ഞത്, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങളെ അത് പരലോക ചിന്തയിലെത്തിക്കുന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഖബറിലേക്ക് പോകുമ്പോ, നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോ നടക്കുന്ന വഴികളുടെ ഇരുഭാഗങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകൾക്കിടയിലൂടെ നമ്മൾ നടക്കുമ്പോ നാളെ എന്റെ പിൻഗാമികളായ ആളുകൾ ഇതുപോലെ മുകളിലൂടെ നടക്കുമെന്നും എന്റെ ഖബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമെന്നും നമ്മൾ ഓർക്കാറുണ്ടോ? ഓർക്കണം മുഅ്മിനീങ്ങളെ. പള്ളിക്കാട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ സലാം പറയാറില്ലേ അവരോട്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും